ഇങ്ങോട്ട് തന്നെ ഓടി ഓടിയോ എവിടെ ഉണ്ട് അച്ഛന് കൊടുക്കാൻ പോയത് കൈ നാടാ. അത് കുഴപ്പമില്ല, അവൻ തല്ലാന്നൊന്നും അറിയില്ല. അവരോട് ഞാൻ പറഞ്ഞായിരുന്നു സുല്ല് സുല്ല് പഴയ സുല്ല് സുല്ല് പറഞ്ഞു സുല്ല്. അസലെ നമ്മുടെ തൊണ്ടിയാണ് എടുത്തിട്ട് ഇത് നമ്മുടെ നിൽക്കണോണ്ടാ. അടിച്ച അത് കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടാണ് കണ്ടാ. ഇടിയപ്പത്തിന്റെ അച്ചിട്ട് അടിക്കുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് വിട്ടു. ഇപ്പൊ പ്രശാന്തിന്റെ ടീമിന് അഹങ്കാരം തുടങ്ങി. കാര്യം നോക്കിക്കുന്നു, ഒരു ക്യാപ്റ്റനെയാണ് എടുത്തിട്ട് പോയിരിക്കുന്നത്. ഒരു പകരം വീട്ടലിന്റെ പ്രതീകമാണ് പ്രശാന്ത്. പ്രശാന്തിന്റെ ഓരോ ചുവടുകൾ കണ്ട, നിർദ്ദേശങ്ങൾ കണ്ട കേട്ടാ. അതിവന്റെ മുടിയൊക്കെ മാറണം കേട്ടാ, യമ പുലിയാണ് കേട്ടാ. ഇന്ത്യൻ സേനയുടെ പ്രതിനിധിയാണ് അർജുൻ, അതിർത്തികൾ കാർക്കുന്ന അർജുൻ. അവന് അതിർത്തി കാക്കുക മാത്രമല്ല, ഇവിടുത്തെ തണ്ടീനെ കാക്കാൻ വരാണ്. അമ്പാടി അമ്പാടിയെ കിടക്കാനായിട്ട് അമ്പാടി ഇങ്ങനെ അടുത്ത് കൊടുത്തറ, ഇങ്ങോട്ട് തരാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നടാ. കോട്ട കാക്കുന്ന അമ്പാടിയുടെ മുമ്പിലാണ് നീ അക്കിത്തുക്കി കളിക്കുന്നത് അല്ലേ? അവിടെ ജയ് ജവാൻ ജയ് കിസാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അമ്പാടി ഇവിടെ ഒതുക്കടാ, പച്ചക്കറി കളിച്ചടാ, പറ്റുണ്ടോ അവരെ കൊന്നടാ, അടുപ്പിക്ക അടുപ്പിക്ക. ഇവനെ മറ്റേ ചക്കിപ്പരുത്തിന് പോലെ മുടിയും പുറത്തേക്ക് പറന്ന് കിടക്കുകയാണ്. നോക്കി അടുപ്പിച്ച് കളിച്ചടാ. പിന്നെ തന്നെയല്ലടാ, ഇന്നലത്തെ പോലെയല്ല, റഫറിമാര് വെട്ടിക്കലിന്റെ സമയം വെട്ടിച്ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. വളരെ കൃത്യമായി അമ്പാടി ഇത്തിരി പടിഞ്ഞിട്ട് കയറി എടുത്തടാ, ഇത്തിരി പടിഞ്ഞിട്ട് കയറി പൊക്കടാ. ഇവനാണ് ലൈറ്റ് ആൻഡ് സൗണ്ടാ ഇതിന്. അവൻ പിന്നെ നേരത്തെ പറഞ്ഞ അക്കത്തിലുള്ള ഇവൻ ഇരുന്ന് പേടിപ്പിക്കണേ, ഓടിച്ചിട്ട് പേടിപ്പിച്ച അമ്പാടി ഇനി നമ്മളെന്താ ഒരു അതിർത്തി കാക്കുന്ന ഈ ഒരു നമുക്ക് നിസ്സാരമായിട്ട് ദൂരെ കളയാം കേട്ടോ. അവൻ പിന്നെ കൊണ്ടുപോയി കാണിക്കണം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ഇന്നലത്തെ താരമാണ്, അടിപൊളി. പക്ഷെ മറ്റേ ചങ്ങാതി അങ്ങനെ ഒന്നുമില്ലേ, പുള്ളി സർവേ നമ്പർ വെച്ച് നടക്കുന്ന പുള്ളിയാ. റവന്യൂ ആണ് അത്. കാരണം ഈ ഭൂമിയുടെ മൊത്തം ഭൂമിശാസ്ത്രം അറിയാവുന്ന അവന്റെ കയ്യിലാണ് വെട്ടിക്കാൻ ചെല്ലണത്. അവൻ ഏതെല്ലാം വകുപ്പിലൂടെ ഇതിനൊക്കെ പോകുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവൻ കറുപ്പ് മൂട് ഓക്കെ ഓക്കെ ശരിയാടാ. ഓക്കെ ഓക്കെ കണ്ട, അയ്യപ്പ സ്വാമീനെ മനസ്സിൽ അടിച്ചുകൊണ്ട് അവൻ നടക്കണേ. വിളിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത ആളെ ഇറക്കി പോന്നാ മതി. അതിന്റെ പ്രൊസീഡിങ്സ് അതാണ്. ഓക്കെ വരുന്നത് ഇവര് നമ്പർ ഓർത്തിരിക്കണം. ഇതിന് 21 1 2 പേരോട് ഇവര് അയൽവക്കക്കാരാണ് കേട്ടാ. എന്തെങ്കിലും അടി അടിക്കൊണ്ട് അവൻ അഡ്മിറ്റ് ചെയ്തു, അവൻ സമ്മതിച്ചിരിക്കുന്നു. അസനെ ഇത് ക്രിയേറ്റ് ചെയ്യണതിന്റെ കുഴപ്പമാണ്, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയി. ഉത്തരവാദിത്വത്തോട് കളിക്കുന്ന ഉത്തരവാദികളായ കളിക്കാർ ഇന്നലെ വിജയിച്ച പ്രശാന്ത്, ഇന്നലെ സഞ്ജുവാണ് വിജയിച്ചിരിക്കുന്നത്, പുലരിയുടെ ബി ടീം. ഇന്ന് ആ ബി ടീമിന്റെ നല്ല പ്രഗത്ഭരായ നല്ല ഒന്നാന്തരം തണ്ടുകളെയാണ് അടിച്ചിട്ടിരിക്കുന്നത്. കടാ നമ്മുടെ റവന്യൂ വീണ്ടും ഇറങ്ങി.
ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ നല്ല കറുപ്പം കൊടുത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ഭക്തിമാർഗത്തിലൂടെ വന്നിരിക്കുകയാണ്. എന്നാ ഇവൻ ഒരുമാതിരി ഡിസ്കോ ഡാൻസുമായിട്ടാണ് നിൽക്കുന്നത്. നോക്കാം എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് വിമലും നിൽപ്പുണ്ട്. ആ എടാ എടുത്താ പുതിയ അടുപ്പിച്ച കൈയടിച്ച് പോകണം സ്ഥാപിച്ച ഒരു നല്ലൊരു വെട്ടിക്കലിന്റെ എല്ലാ ചാൻസും ഉണ്ട്. ഇത് എടാ അടുപ്പിച്ച കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്ന ഒരു ഗുമ്മ് കിട്ടണില്ല. ചങ്ങാതി അടുപ്പിച്ച് കളിച്ചേ എടാ വീടല്ലേ അടുത്ത നോക്കാന്നേ നോക്കാം. ആകപ്പാടെ 2, 3, 4, 5 തണ്ടിയല്ലേ മോളെ പോട്ടെ. 1 ഏക്കർ 16 സെന്റ് ഒന്നും നമുക്ക് പോവുകയില്ല. സർവേ നമ്പറൊക്കെ പിന്നെയും കിടക്കും. അയ്യപ്പനും ഉണ്ടല്ല. സമയത്രത്തിലുണ്ട് വെട്ടിക്കളിക്കാനായിട്ട്. 5 മിനിറ്റ് ആണ് ഇത് തന്നിരിക്കുന്നത്. അത് പെട്ടെന്ന്